ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 8-ാം അധ്യായം ഏറ്റവും ആശ്വാസവും പ്രത്യാശ നിറഞ്ഞതുമായ ഭാഗങ്ങളിൽ ഒന്നാണ്. ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ജനം എത്രത്തോളം അനുഗ്രഹവും ദൈവസ്നേഹവും നിറഞ്ഞതുമാണെന്ന് ഈ അധ്യായം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ആത്മീയ പോരാട്ടം, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ സ്നേഹം തുടങ്ങിയവയെല്ലാം ഈ അധ്യായത്തിൽ ആഴത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. 8-ാം അധ്യായം ആരംഭിക്കുന്നത് വലിയൊരു പ്രഖ്യാപനത്തോടെയാണ്. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിനുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. പാപത്തിന്റെ കുറ്റബോധത്തിൽ കഴിയുന്ന മനുഷ്യ മക്കൾക്കുള്ള മഹത്തായ ആശ്വാസ വാക്കുകളാണിവ. നിയമത്തിൽ നിന്ന് ലഭിക്കാത്ത നീതി യേശുക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും നമുക്ക് ലഭിക്കുന്നു. പാപത്തിന്റെയും മരണത്തിന്റെയും അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നു, ക്രിസ്തുവിനുള്ള ജീവിതം ശരീരത്തിന്റെ നിയന്ത്രണത്തിലുള്ള ജീവിതമല്ല, ആത്മാവിന്റെ നേതൃത്വത്തിലുള്ള ജീവിതമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലുടനീളം വളരെ പ്രസക്തമാണ്. നാം എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? ലോകത്തിന്റെ വഴിയോ ദൈവത്തിന്റെ വഴിയോ? ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വഴിയെ സഞ്ചരിക്കുന്നവർക്ക് ജീവനും സമാധാനവും ലഭിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ പ്രഖ്യാപിക്കുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. അതിനാൽ നമുക്ക് ഭയത്തോടെയല്ല, ധൈര്യത്തോടെ വിളിക്കാൻ കഴിയും ദൈവത്തെ ആബാ പിതാവേ എന്ന്. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അവകാശികളുമാണ്. അതെ, സ്വർഗരാജ്യത്തിലെ മഹത്വവും നിത്യജീവനും നമ്മെ കാത്തിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ വിശുദ്ധ പൗലോസ് ശ്ലീഹ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ കുറിച്ചും സംസാരിക്കുന്നു. നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന വേദനകളും പരീക്ഷണങ്ങളും താൽക്കാലികമാണ്. ദൈവം മക്കളായി നമുക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്വം ശാശ്വതമാണ്. നമ്മുടെ ബലഹീനമായ അവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ പോലും ആകാത്ത സമയത്തും ദൈവാത്മാവ് നമുക്കായി ഇടപെടുന്നു. അതെ, കഷ്ടതകളിൽ മറഞ്ഞിരിക്കുന്നവനല്ല നമ്മുടെ പിതാവായ ദൈവം. നമ്മെ ഏത് പ്രതിസന്ധിയിലും കാലിടറാതെ നയിക്കുന്നവനാണ്. അതിനാൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വെളിപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ദൈവം സകലതും നന്മയിലേക്ക് മാറ്റുന്നു. അവിടുത്തെ പദ്ധതി ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അവിടുത്തെ പദ്ധതി പൂർണ്ണമാണ്, നമ്മുടെ വീണ്ടെടുപ്പിനായുള്ളതാണ്. അതെ, ദൈവമക്കളായ നാം പൂർണ്ണ വീണ്ടെടുപ്പിനായി പ്രത്യാശയോടെ കാത്തിരിക്കണം. 8-ാം അധ്യായത്തിലെ അവസാന ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തുടങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഇതൊരു ചോദ്യം മാത്രമല്ല, ധൈര്യപൂർണമായ ഒരു പ്രഖ്യാപനവുമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പരാജയങ്ങൾ നമ്മെ തളർത്താൻ ശ്രമിച്ചേക്കാം. എന്നാൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഉറപ്പോടെ പറയുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ദൈവം തന്നെയാണ് നമ്മെ നീതീകരിച്ചത്. ക്രിസ്തു സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തു നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും നമ്മെ നയിക്കുന്നു. അതെ, ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുന്നവൻ ആരാണ്? ക്ലേശമോ, ദുഃഖമോ, പീഡനമോ, ഭയമോ ഒന്നിനും കഴിയുകയില്ല. ജീവൻ കൊണ്ടും മരണം കൊണ്ടും യാതൊന്നിനും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയുകയില്ല. അതിനാൽ ഭയപ്പെടാതെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ട് നടക്കാം. ദൈവത്തിന്റെ സ്നേഹം അതൊരിക്കലും അവസാനിക്കാത്തതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം, ക്രിസ്തുവിനുള്ള ജീവിതം അതൊരിക്കലും പരാജയമല്ല, മറിച്ച് നിത്യജീവനിലേക്കുള്ള മാർഗ്ഗദീപമാണെന്ന് പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് നടക്കാൻ ഈ അധ്യായം ഓരോ വിശ്വാസിയും പ്രേരിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.